ഹായ് ഫ്രണ്ട്സ്, മഴതോരും മുമ്പേടെ വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോടതി മുറിയിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അലീന ആ സത്യം പുറത്തുകൊണ്ട് വരികയാണ്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത്. അങ്ങനെ രോഹിത് തന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് വലിയൊരു സത്യം ഒടുവിൽ ശരണ്യ അലീനയോട് തുറന്ന് സമ്മതിക്കുകയാണ്. ഈ രഹസ്യം അറിഞ്ഞ ഉടനെ തന്നെ അലീന അത് ബാലചന്ദ്രനെ അറിയിക്കുന്നു. തന്റെ മകൻ പൂർണ്ണമായും നിരപരാധിയാണെന്ന് ഉറപ്പായതോടെ അകാരണമായി അവൻ എന്തിനാണ് ജയിലിൽ കഴിയുന്നതെന്നും എത്രയും വേഗം അവനെ പുറത്തിറക്കണമെന്നും ബാലചന്ദ്രൻ ഉറപ്പിച്ചു പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ അലീനയ്ക്ക് ചില വലിയ ആശങ്കകളുണ്ട്. ശരണ്യ ഈ സത്യം തന്നോട് വ്യക്തിപരമായി പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഒരു കോടതി മുറിയിൽ വെച്ച് ഇത് വിളിച്ചു പറയാൻ അവൾക്ക് അത്ര എളുപ്പമാവില്ല. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഭാഗത്തു നിന്നുള്ള കടുത്ത സമ്മർദ്ദം മൂലം ശരണ്യ തന്റെ മൊഴി മാറ്റിയേക്കുമോ എന്ന ഭയം അലീന പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രമല്ല പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളും ഈ കേസിനെ സങ്കീർണമാക്കുന്നുണ്ട് കേട്ടോ. മനുവിന്റെ നിർദ്ദേശപ്രകാരം മാധ്യമങ്ങളെ തൽക്കാലം ഒഴിവാക്കിയെങ്കിലും മകനെ കാണാൻ ബാലചന്ദ്രൻ ജയിലിലേക്ക് പോവുകയാണ്. മനസ്സ് തകർന്നു പോയ രോഹിത് ആണെങ്കിൽ അച്ഛനെ കാണാൻ ആദ്യം വിസമ്മതിക്കുന്നുണ്ട്. എങ്കിലും ബാലചന്ദ്രനെ കാണുമ്പോൾ തനിക്ക് ജാമ്യം വേണ്ടെന്നും ഇവിടെ കിടന്ന് മരിച്ചോളാമെന്നും പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് രോഹിത്. ആ സമയത്ത് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ശരണ്യ സമ്മതിച്ചിട്ടുണ്ട് മോനെ എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ രോഹിത്തിനെ ആശ്വസിപ്പിക്കുന്നു. തന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടാൻ പോകുന്നു എന്നറിയുന്ന രോഹിത്തിനും ഒരുപാട് സന്തോഷമാവുകയാണ്. സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞു പോവുകയാണ് രോഹിത്. അലീനയോട് ശരണ്യ ഈ സത്യങ്ങളെല്ലാം തുറന്നു പറയുമെന്ന് രോഹിത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ പിന്നെ ബാലേന്ദ്രനോടും രോഹിത് തന്റെ മനസ്സ് തുറക്കുകയാണ്. താൻ അവളെ ഒന്നും ചെയ്തിട്ടില്ലെന്നും അതിനുള്ള ധൈര്യം തനിക്ക് ഇല്ലായിരുന്നുവെന്നും അവൻ തുറന്നു പറയുന്നു. തന്നെ ഹരിയും ബാക്കിയുള്ളവരും കൂടെ നിർബന്ധിച്ചതാണെന്നും അവളെ ഉപദ്രവിക്കാതിരുന്നതിന് തന്നെ അവർ അടിക്കുകയും ശകാരിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തിരുന്നുവെന്നും അവൻ വെളിപ്പെടുത്തുന്നു. പക്ഷേ താൻ അവളുടെ ദേഹത്ത് തൊടുക പോലും ചെയ്തിട്ടില്ലെന്നും അവിടെ നിന്ന് പേടിച്ചോടുകയുമാണ് ചെയ്തതെന്ന് രോഹിത് സമ്മതിക്കുന്നു. എന്നാൽ ശരണ്യ മൊഴി കൊടുത്തപ്പോൾ തന്റെ പേരും കൂടെ ചേർത്താണ് നൽകിയിരിക്കുന്നത്. അതവൾ മാറ്റി പറയാതെ തനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്നും അവൻ പറയുന്നുണ്ട്. ഇതൊക്കെ പറയുന്നെങ്കിലും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പൂർണ്ണമായിട്ടും അച്ഛനോട് പറയാൻ കഴിയില്ലെന്നും ആ ഒരു മോശം ഉദ്ദേശത്തോടെ തന്നെയാണ് താൻ അങ്ങോട്ട് പോയതെന്നുള്ള കുറ്റബോധവും അവനെ വേട്ടയാടുന്നു. തന്റെ തെറ്റെല്ലാം ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടെങ്കിലും ഒരുപാട് വൈകിപ്പോയെന്നും തന്റെ ജീവിതം അവസാനിച്ചു എന്നും ഇനി ഒരു പ്രതീക്ഷയും ഇല്ലെന്നും രോഹിത് പറയുന്നു. ശരണ്യ ഈ ഒരു കാര്യം കോടതിയിൽ തുറന്നു പറയുമെന്നും അവന് തോന്നുന്നില്ല. കാരണം ഓഫീസർ രമേശ് നമ്പ്യാർക്ക് കുടുംബത്തോട് കടുത്ത വൈരാഗ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവളെ ആ മൊഴിയിൽ നിന്ന് മാറ്റി പറയാൻ അയാൾ ഒരിക്കലും അനുവദിക്കില്ല. കോടതിയിൽ ആ സത്യം ഒരിക്കലും പുറത്തു വരില്ലെന്നും ബാക്കി എല്ലാവരെയും പോലെ തനിക്കും ശിക്ഷ കിട്ടുമെന്നും തന്റെ ജീവിതം ജയിലിൽ അവസാനിക്കുമെന്നും രോഹിത് പറഞ്ഞു നിർത്തുമ്പോൾ കേട്ടു നിൽക്കുന്ന ബാലചന്ദ്രൻ ഒത്തിരി സങ്കടമാവുകയാണ്. രോഹിത്തിന്റെ ഈ തകർച്ച കണ്ടു നിൽക്കാൻ ബാലചന്ദ്രന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്യാതെ തന്റെ മകൻ ജയിലിൽ കിടന്ന് നരകിക്കാൻ താൻ ഒരിക്കലും അനുവദിക്കില്ലെന്ന് ബാലചന്ദ്രൻ രോഹിത്തിന് ഉറപ്പും നൽകുന്നുണ്ട്. ശരണ്യയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും സത്യം കോടതിയിൽ പറയിക്കുമെന്ന ബാലചന്ദ്രന്റെ വാക്കുകൾ രോഹിത്തിന് നേരിയൊരു ആശ്വാസം നൽകുന്നുണ്ട്. എങ്കിലും രമേശ് നമ്പ്യാർ എന്ന ഉദ്യോഗസ്ഥന്റെ പകയ്ക്ക് മുന്നിൽ ഈ നീക്കങ്ങൾ വിജയിക്കുമോ എന്ന ആശങ്ക രോഹിത്തിനെ ഇപ്പോഴും വേട്ടയാടുന്നു. എങ്കിലും അച്ഛൻ നൽകിയ ആ ചെറിയ പ്രതീക്ഷയിൽ മുറുകെ പിടിച്ചാണ് രോഹിത് ജയിലിൽ കഴിയുന്നത്. പിന്നീട് അലീനയെ കാണുന്ന ബാലചന്ദ്രൻ തന്റെ സങ്കടം മുഴുവൻ അവൾക്ക് മുന്നിൽ അഴിച്ചു വെക്കുകയാണ്. ശരണ്യയുമായിട്ടുള്ള അലീനയുടെ സൗഹൃദം ഇതിനൊരു പരിഹാരമാകുമെന്ന് ബാലചന്ദ്രൻ വിശ്വസിക്കുന്നു. എന്നാൽ അലീന പറയുകയാണ് ശരണ്യ ഒരു പാവം പെൺകുട്ടിയാണ്. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും രാഷ്ട്രീയക്കാരുടെയും വലിയൊരു സമ്മർദ്ദത്തിന് നടുവിലാണ് അവളിപ്പോൾ കഴിയുന്നത്. മകനെ ഓർത്ത് നീറിക്കഴിയുന്ന ബാലേന്ദ്രൻ വേദനയോടെ അലീനയോട് സംസാരിക്കുന്നുണ്ട്. രോഹിത് നിന്റെ സഹോദരൻ കൂടിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അലീനയുടെ ഉള്ളിലും സങ്കടം നിറയുന്നു. എങ്കിലും രോഹിത് അന്ന് അവിടെ പോയത് മോശമായ ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരുന്നില്ലേ എന്ന അലീനയുടെ ചോദ്യത്തിന് പ്രായത്തിന്റെ പക്വതക്കുറവും കൂട്ടുകാരുടെ നിർബന്ധവും കാരണമാണ് അവൻ അന്ന് അങ്ങനെ ചെയ്തതെന്നും പക്ഷെ അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നും ബാലേന്ദ്രൻ മറുപടി നൽകുന്നു. ഒരു തവണത്തേക്ക് അവനോട് ക്ഷമിച്ചുകൂടെ എന്ന അച്ഛന്റെ അപേക്ഷ അലീനയുടെ മനസ്സ് അലിയിക്കുകയാണ്. ഒടുവിൽ ബാലചന്ദ്രന്റെ ആഗ്രഹം ശരണ്യെ അറിയിക്കാമെന്ന് അലീന സമ്മതിക്കുന്നു. എങ്കിലും അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പൊന്നും നൽകാൻ അലീനയ്ക്ക് കഴിയുന്നില്ല. ശരണ്യെ കാണാൻ അവളുടെ വീട്ടിലെത്തുന്ന അലീനയെ വീട്ടുകാർ സംശയത്തോടെയാണ് സ്വീകരിക്കുന്നത്. ശരണ്യെ സത്യം വെളിപ്പെടുത്തിയത് അലീന എവിടെയെങ്കിലും പറഞ്ഞു കാണുമോ എന്ന പേടി അവരുടെ മുഖത്തുണ്ട്. എന്നാൽ താൻ ശരണ്യെ സ്വാധീനിക്കാൻ വന്നതല്ലെന്ന് അവരോട് തുറന്നു പറഞ്ഞ് അലീന ശരണ്യയുടെ അടുത്തേക്ക് പോകുന്നു. അവിടെ അലീനയെ കാത്തിരുന്നത് മറ്റൊരു ദുഃഖകരമായ വാർത്തയായിരുന്നു. രോഹിത് നിരപരാധിയാണെന്ന സത്യം അലീനയോട് വെളിപ്പെടുത്തിയതിന് വീട്ടുകാർ ശരണ്യെ ക്രൂരമായി വഴക്ക് പറഞ്ഞിരിക്കുകയാണ്. അലീന വന്നത് എന്തിനാണെന്ന് പറയാൻ പോലും അവസരം നൽകാതെ ശരണ്യ തന്റെ സങ്കടങ്ങൾ പങ്കുവെക്കുന്നു. താൻ മൊഴി മാറ്റിയാൽ എല്ലാവരും തന്നെ കള്ളിയായി മുദ്രകുത്തുമെന്നും ബാക്കിയുള്ള 3 പേർക്കും അറിയിച്ച ശിക്ഷ കിട്ടാതെ പോകുമെന്നും അച്ഛൻ തന്നെ ഭയപ്പെടുത്തുന്ന കാര്യം ശരണ്യ തുറന്നു പറയുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന അലീനയോട് താൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ശരണ്യ ചോദിക്കുമ്പോൾ നിന്റെ മനസാക്ഷിയെ കേൾക്കാനാണ് അലീന മറുപടി നൽകുന്നത്. ഒരു കുറ്റവാളി പോലും രക്ഷപ്പെടാൻ പാടില്ലാത്തതുപോലെ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന വലിയ നീതിവാക്യം
അലീന ശരണ്യെ ഓർമ്മിപ്പിക്കുന്നു. ഇവര് തമ്മിലുള്ള സംസാരം പുറത്തുനിന്ന് കേൾക്കുന്ന ശരണ്യയുടെ മാതാപിതാക്കൾ അലീനയെ സംശയത്തോടെയാണ് പിന്നെ നോക്കുന്നത്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അവരേർപ്പാടാക്കിയ വക്കീലും ശരണ്യയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആദ്യത്തെ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്നും അല്ലാത്ത പക്ഷം അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും വക്കീല് മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ നിരപരാധിയായ രോഹിത്തിനെ ക്രൂശിക്കാൻ ശരണ്യയുടെ മനസാക്ഷി അനുവദിക്കുന്നില്ല. ശരണ്യയുടെ വീട്ടുകാർ തന്നെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നത് തിരിച്ചറിഞ്ഞ അലീന അവിടെ നിന്ന് മടങ്ങാൻ തീരുമാനിക്കുകയാണ്. എങ്കിലും താൻ നൽകിയ ആത്മവിശ്വാസം ശരണ്യയെ മാറ്റിമറിച്ചു എന്ന ബോധ്യം അലീനയ്ക്കുണ്ട്. മറ്റാരെയും ഭയപ്പെടാതെ ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള വലിയൊരു ധൈര്യമാണ് അലീന ശരണ്യയ്ക്ക് പകർന്നു നൽകിയത്. ആ കരുത്തിൽ നിന്നാണ് കോടതിയിൽ സത്യം വിളിച്ചു പറയാൻ ശരണ്യ തയ്യാറായതും. പക്ഷേ കോടതിയിൽ പോകേണ്ട ദിവസം വന്നപ്പോൾ ശരണ്യ ആകെ പേടിച്ചു പോയി. തനിക്ക് കോടതിയിൽ പോകാൻ കഴിയില്ലെന്നും അവിടെ എല്ലാവരെയും ഫേസ് ചെയ്യാൻ പേടിയാണെന്നും പറഞ്ഞ് ശരണ്യ കരയുകയായിരുന്നു. വീട്ടുകാരെ എത്ര നിർബന്ധിച്ചിട്ടും ശരണ്യ വഴങ്ങുന്നില്ല. ഒടുവിൽ വിഷമിച്ചു നിൽക്കുന്ന അമ്മയ്ക്ക് അലീന ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. ആന്റി സങ്കടപ്പെടണ്ട, ഞാൻ അവളെ എങ്ങനെയെങ്കിലും കോടതിയിൽ എത്തിക്കാം എന്ന് അലീന പറയുന്നു. പിന്നീട് അലീന ശരണ്യയുടെ അടുത്തെത്തി കാര്യങ്ങൾ പക്വതയോടെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. നീ ഇപ്പൊ പേടിച്ചു മാറി എന്നാൽ ആ ഹരിശങ്കറും കൂട്ടുകാരും സുഖമായി പുറത്തിറങ്ങുമെന്നും നിന്നെപ്പോലുള്ള വേറെയും പാവം പെൺകുട്ടികളെ അവർ ചതിക്കുമെന്നും അലീന ഓർമ്മിപ്പിക്കുന്നു. ഇത് കേട്ടതോടെ ശരണ്യയുടെ ഉള്ളിലെ പേടി മാറി. തന്റെ അവസ്ഥ മറ്റൊരു പെൺകുട്ടിക്കും വരരുതെന്നും ഹരിശങ്കറിന് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ താൻ കോടതിയിൽ വരുമെന്നും ശരണ്യ അലീനയോട് സമ്മതിക്കുന്നു. അങ്ങനെ അലീനയോടൊപ്പം ശരണ്യ കോടതിയിൽ എത്തുകയാണ്. അവിടെ വെച്ച് കമലയും ഭർത്താവും അവരെ തടയുന്നുണ്ട്. പണത്തിനു വേണ്ടിയല്ലേ നീ എന്റെ മോനെ കുടുക്കിയത് എന്ന് ചോദിച്ച് കമല ശരണ്യെ ആക്ഷേപിക്കുന്നുണ്ട് കേട്ടോ. 10 ലക്ഷം രൂപ ശരണ്യയുടെ നേരെ നീട്ടിയിട്ട് എന്റെ മോൻ നിരപരാധിയാണെന്ന് നീ കോടതിയിൽ പറയണമെന്നൊക്കെ കമല ആവശ്യപ്പെടുന്നു. പണമില്ലാത്ത കുടുംബത്തിൽ ജനിച്ച നിനക്ക് ഇതിൽ കൂടുതൽ എന്ത് വേണമെന്നായിരുന്നു കമലയുടെ ചോദ്യം. എന്നാൽ കമലയെ ഞെട്ടിച്ചുകൊണ്ട് ശരണ്യ ആ പണം വാങ്ങി അവരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. ആർക്ക് വേണം നിങ്ങളുടെ ഈ പിച്ചക്കാശ് എന്ന് ചോദിച്ച് ശരണ്യ ആഞ്ഞടിക്കുകയാണ്. ഹരിശങ്കർ ഇത്രയും വഷളായതിന് കാരണം നിങ്ങളെപ്പോലുള്ള ഒരു അമ്മയാണെന്നും ബാക്കി കാര്യങ്ങൾ കോടതിയിൽ വെച്ച് കണ്ടോളാമെന്നും പറഞ്ഞ് ശരണ്യ അകത്തേക്ക് പോകുന്നു. ഈ അപമാനം സഹിക്കാനാവാതെ കമലയാണെങ്കിൽ അവിടെ നിന്ന് ദേഷ്യപ്പെടുകയാണ്. കോടതിയിൽ വാദം തുടങ്ങിയപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അലീനയാണ് ശരണ്യയ്ക്ക് വേണ്ടി ഹാജരായത്. വെറും ഒരു വീട്ടുജോലിക്കാരി എന്ന് കമല കളിയാക്കിയ അലീന വക്കീൽ വേഷത്തിൽ വന്നത് അവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അലീന തന്റെ വാദം വളരെ ശക്തമായി തന്നെ തുടങ്ങി. വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി 2 വർഷത്തോളം ഹരിശങ്കർ ശരണ്യയെ ചതിച്ച കാര്യങ്ങൾ അലീന കോടതിയിൽ അക്കമിട്ട് നിരത്തുന്നു. ബർത്ത്ഡേ പാർട്ടി ഉണ്ടെന്ന് കള്ളം പറഞ്ഞ് അവളെ ദൂരെയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയ കാര്യം അലീന ചോദിക്കുമ്പോൾ ഹരിശങ്കറിന് തല കുനിക്കേണ്ടി വരുന്നു. മയക്കുമരുന്ന് കലർത്തിയ വെള്ളം നൽകി അവളെ ബോധരഹിതയാക്കിയ ചതിയെക്കുറിച്ചെല്ലാം അലീന കോടതിയിൽ വിവരിക്കുകയാണ്. അലീനയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഹരിശങ്കറിനും കൂട്ടുകാർക്കും മറുപടിയില്ലായിരുന്നു. ശരണ്യയ്ക്ക് മയക്കുമരുന്ന് കലർത്തിയ വെള്ളം നൽകിയതും അവളെ ഉപദ്രവിച്ചതുമെല്ലാം അവർക്ക് കോടതിയിൽ സമ്മതിക്കേണ്ടി വരികയാണ്. എന്നാൽ ആ കൂട്ടത്തിൽ രോഹിത്തിന്റെ പങ്കിനെക്കുറിച്ച് അലീന ചോദിക്കുമ്പോൾ എല്ലാവരും ഒന്ന് പതറുന്നുണ്ട്. അബോധാവസ്ഥയിലായിരുന്ന ശരണ്യയ്ക്ക് രോഹിത്തിനെ കുറിച്ച് ഒന്നും ഓർമ്മയില്ലായിരുന്നുവെങ്കിലും കൂടെ ഉണ്ടായിരുന്നവർക്കെല്ലാം കൃത്യമായി അറിയാമായിരുന്നു. സത്യം മാത്രം പറഞ്ഞാൽ മതിയെന്നും രോഹിത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് വ്യക്തമാക്കണമെന്നും അലീന അവരോട് ആവശ്യപ്പെടുമ്പോൾ രോഹിത്തിനെ കൂടെ കേസിൽ പെടുത്താൻ ഹരി ശ്രമിക്കുന്നുണ്ടെങ്കിലും അലീനയുടെ പക്വതയോടെയുള്ള ചോദ്യം ചെയ്യലിന് മുന്നിൽ അവരുടെ പ്ലാനുകളെല്ലാം പാളുകയാണ്. ഒടുവിൽ രോഹിത് തങ്ങളുടെ സംഘത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് കൂട്ടത്തിലുള്ളവർക്ക് തന്നെ അബദ്ധത്തിൽ സമ്മതിക്കേണ്ടി വരുന്നു. ഇതോടെ ഹരിശങ്കറിനും ആ സത്യം അംഗീകരിക്കാതെ വയ്യ എന്ന അവസ്ഥയായി. അതിനുശേഷം 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന നിയമത്തിന്റെ വലിയൊരു തത്വം അലീന കോടതിയിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഹരിശങ്കറിന്റെ ചതിക്കുഴികളെക്കുറിച്ച് ഒന്നും അറിയാതെ ആ ഗ്രൂപ്പിൽ പെട്ടുപോയ പാവമാണ് രോഹിത്തെന്നും അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും അലീന ഉറപ്പിച്ചു പറയുന്നു. എല്ലാം ഹരിശങ്കറിന്റെ ആസൂത്രിതമായ പദ്ധതിയായിരുന്നുവെന്നും രോഹിത് കേവലം ഒരു ഇര മാത്രമാണെന്നും അലീന കോടതിയിൽ സമർത്ഥമായി വാദിക്കുന്നു. കോടതിയിൽ വാദം മുറുകുന്ന സമയത്ത് ശരണ്യയെ ചോദ്യം ചെയ്യാൻ മറുഭാഗം വക്കീൽ വരുന്നുണ്ട്. ഒരിക്കൽ തകർന്നുപോയ ശരണ്യയെ വീണ്ടും മുറിവേൽപ്പിക്കാനായിരുന്നു ആ വക്കീലിന്റെ നീക്കം. നിയമത്തിന്റെ നൂലാമാലകളിൽ കുടുക്കി അവളെ വീണ്ടും ഭയപ്പെടുത്താൻ അയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അലീന അതിനെ ശക്തമായി എതിർത്തു. അപമാനത്തിന്റെ കണ്ണുനീർ കുടിച്ചവളോട് ഇനിയും ക്രൂരത കാണിക്കരുതെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. സത്യം പുറത്തു വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരു വിചാരണയുടെ ആവശ്യമില്ലെന്ന് അലീന ആഞ്ഞടിച്ചു. ഹരിശങ്കറും കൂട്ടുകാരും കുറ്റം സമ്മതിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരു ചോദ്യം ചെയ്യലിലൂടെ ശരണ്യയെ മാനസികമായി തളർത്തുന്നത് വലിയ ദ്രോഹമാണെന്ന് അലീന വാദിച്ചു. അലീനയുടെ വാക്കുകൾ കോടതി മുറിയിൽ മുഴങ്ങിക്കേട്ടു. അങ്ങനെ അലീനയുടെ വാദം ശരിയാണെന്ന് തോന്നിയ ജഡ്ജി 2 വക്കീലിനോടും വാദം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയാണ്. എല്ലാവരും ആകാംക്ഷയുടെ വിധിക്കായി കാതോർത്തു. ഒടുവിൽ എല്ലാവരും കാത്തിരുന്ന് ആ വിധി വന്നു. അതൊരു വെറും വിധിയായിരുന്നില്ല, ഒരുപാട് പേരുടെ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു. തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ ഹരിശങ്കർ ഉൾപ്പെടെയുള്ള 3 പ്രതികൾക്കും കഠിന തടവും പിഴയും കോടതി വിധിച്ചു. രോഹിത് നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെ അവനെ കുറ്റവിമുക്തനാക്കി വെറുതെ വിടുകയും ചെയ്തു. അകാരണമായി ചാർത്തപ്പെട്ട കളങ്കത്തിൽ നിന്നും അവന്റെ പേര് നീക്കം ചെയ്യപ്പെട്ടു. ഇരുളടഞ്ഞ ജയിൽമുറികളിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള അവന്റെ 2ാം ജന്മമായിരുന്നു അത്. വിധി കേട്ടതും കമല നിയന്ത്രണം വിട്ട് കരയാൻ തുടങ്ങി. തന്റെ മകൻ ജയിലിലാകുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അഹങ്കാരം കൊണ്ട് കണ്ണു കാണാതിരുന്ന കമലയ്ക്ക്
ഒടുവിൽ സത്യത്തിന് മുന്നിൽ തലകുനിക്കേണ്ടി വന്നു. കോടതിക്ക് പുറത്തിറങ്ങിയ ശരണ്യ ഓടി വന്ന് അലീനയുടെ കൈകൾ കുപ്പി നിന്നു. തനിക്ക് താങ്ങായി നിന്ന അലീന ചേച്ചിയോട് എങ്ങനെ നന്ദി പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. ചേച്ചി തന്ന ധൈര്യം കൊണ്ടാണ് തനിക്ക് ഇത്രയും ബോൾഡായി സംസാരിക്കാൻ കഴിഞ്ഞതെന്ന് ശരണ്യ നന്ദിയോടെ പറഞ്ഞു. അലീന എന്ന വ്യക്തി അവളുടെ ജീവിതത്തിൽ വെറുമൊരു വഴികാട്ടിയായിരുന്നില്ല, മറിച്ച് ഒരു രക്ഷകയായിരുന്നു. പതറിപ്പോയ നിമിഷങ്ങളിൽ തനിക്ക് കൈ നൽകിയ ആ മാലാഖയെ അവൾ തൊഴുതു നിന്നു. രോഹിത്തിന് വേണ്ടി താൻ ശരണ്യയോട് ശുപാർശ ചെയ്യാതിരുന്നത് സത്യം കുറ്റവാളികളുടെ നാവിലൂടെ തന്നെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നുവെന്ന് അലീന മറുപടി നൽകി. അനുകമ്പ കൊണ്ട് നേടിയെടുക്കുന്ന മോചനത്തേക്കാൾ സത്യം കൊണ്ട് നേടുന്ന നീതിക്കാണ് വിലയെന്ന് അലീന വിശ്വസിച്ചു. ലോകത്തിനു മുന്നിൽ അവൻ തലതാഴ്ച നിൽക്കരുതെന്ന നിർബന്ധം അലീനയ്ക്കുണ്ടായിരുന്നു. എങ്കിൽ മാത്രമേ രോഹിത്തിന് ഇനി സമൂഹത്തിൽ തലയുയർത്തി നടക്കാൻ കഴിയൂ എന്ന് അലീനയ്ക്ക് അറിയാമായിരുന്നു. ഒരാളെ രക്ഷിക്കുക എന്നതിലുപരി അയാളുടെ അന്തസ്സ് തിരിച്ചു നൽകുകയായിരുന്നു അവളുടെ ലക്ഷ്യം. അലീനയുടെ ആ വലിയ മനസ്സ് തിരിച്ചറിയുന്ന രോഹിത്ത് കരഞ്ഞുകൊണ്ട് അലീനയുടെ മുന്നിലെത്തി ഇത്രയും കാലം അനുഭവിച്ച മാനസിക വിഷമമെല്ലാം ആ കണ്ണുനീരിലൂടെ പുറത്തേക്ക് വന്നു. തന്നെ വെറുതെ രക്ഷിക്കുകയല്ല, മറിച്ച് താൻ തെറ്റുകാരനല്ലെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുകയാണ് അലീന ചെയ്തതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. തന്റെ കുടുംബത്തിന്റെ അഭിമാനം കാത്ത അലീനയോട് അവൻ കടപ്പെട്ടിരിക്കുന്നു. ഇനി നന്നായി ജീവിച്ചാൽ മതിയെന്നും പറഞ്ഞ് അലീന അവനെ ആശ്വസിപ്പിക്കുന്നു. കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് കരുതി പുതിയൊരു ജീവിതം തുടങ്ങാൻ അവൾ അവന് കരുത്തു നൽകി. പിഴവുകൾ മനുഷ്യ സഹജമാണെന്നും അത് തിരുത്തി മുന്നേറുകയാണ് വലിയ കാര്യമെന്നും അലീന രോഹിതിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീ വാ എന്ന് പറഞ്ഞ് രോഹിത്തിന്റെ കൈ പിടിച്ച് എല്ലാവരുടെയും മുന്നിലൂടെ തല ഉയർത്തിപ്പിടിച്ച് അലീന നടന്നു നീങ്ങുകയാണ്.